ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈസ്റ്റർ ഒക്കെ ആയിട്ട് എന്താ പരിപാടി? ഇന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ പെരട്ടോടും ഉണ്ടാക്കാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ് ഈ പൊടികൾ ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. കഴുകി വെച്ച ചിക്കനിലേക്ക് മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തക്കാളി അരച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉള്ളി അരിഞ്ഞതും എടുക്കുക. എണ്ണ ചൂടായതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുമ്പോൾ സവാള ചേർത്ത് ഇളക്കുക. വഴണ്ട് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ഗോൾഡൻ കളർ ആകുമ്പോൾ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി പേസ്റ്റും സവാളയും നല്ലോണം മിക്സ് ചെയ്യുക. വരണ്ട ഉള്ളിയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും സവാളയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, സഹായിക്കാൻ എൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് വന്ന ചിക്കനിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കുന്നത്. ആവശ്യമായ സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ചു വന്നതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഫ്രൈഡ് റൈസ് പെട്ടെന്ന് തയ്യാറാക്കാനായി കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഫ്രൈഡ് റൈസിൽ ഇടാൻ വേണ്ടി നെയ്യിൽ സവോള ഫ്രൈ ചെയ്തെടുക്കുക. ഈ നെയ്യിൽ ക്യാരറ്റും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് വറുത്ത ഉള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ലെയറായി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.